പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFന്റെ അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളത്. അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെക്കുറിച്ച് പറഞ്ഞതിൽ കുഴപ്പമില്ല. ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ട് അത് പറയാം. ഒന്നും കുഴപ്പമൊന്നും അതിനെക്കുറിച്ച് നോ കമന്റ്സ്. ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരോടും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDFന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ. അത് തന്നെ എനിക്കാ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ളത് മാത്രം പിൻവലിക്കണം. അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കുക വേണ്ട, അവിടെ കിടന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പാവോട്ടാ പറയണേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയണം. മറ്റേത് മീൻ ലോറി പോലെ അവിടെ കിടന്നോട്ടല്ലേ? അതൊക്കെ അവിടെ കിടക്കട്ടെ. കറക്റ്റാണ് അത്. UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാട്, അൻവറിന്റെ കാര്യത്തിലുള്ള സ്റ്റാൻഡ് ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് VD സതീശൻ. UDF പ്രഖ്യാപിച്ച, KPCC പ്രഖ്യാപിച്ച, AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് അൻവർ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അൻവറുമായി ഒരു ചർച്ചയുമില്ല എന്ന നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു VD സതീശൻ. മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, സതീശൻ വീണ്ടും ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞു. അതായത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ വന്ന് കണ്ടപ്പോഴും അക്കാര്യത്തിൽ UDF മുന്നോട്ട് വെച്ച രണ്ട് ഉപാധികൾ, ഒന്ന് ഈ പരാമർശം പിൻവലിക്കുക, രണ്ട് ഈ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുക, ഈ രണ്ട് കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അൻവർ ഒരുക്കമല്ലാത്ത പശ്ചാത്തലത്തിലും അതില്ല എങ്കിൽ ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന സ്റ്റേൺ ആയ ഡിസിഷൻ സതീഷിന് മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് വരാനിരിക്കുന്ന സമയങ്ങളിൽ ഈ വിഷയത്തിലെ ഭാവി നടക്കാനിരിക്കുന്നത്? സേഫു, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. അതായത് PV അൻവറിന്റെ നിലപാട് വ്യക്തമായിരിക്കുന്നു. VD സതീശൻ അടക്കമുള്ള VD സതീശനെ കൃത്യമായി തന്നെ പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള നിലപാട് വ്യക്തമായിരിക്കുന്നു. ഇതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മാധ്യമങ്ങൾ കണ്ടു, VD സതീശനും കണ്ടു. VD സതീശൻ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യം, രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പരാമർശങ്ങൾ പിൻവലിക്കുക. രണ്ട്, UDFുമായിട്ട് സഹകരിക്കണമെന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ വിനയത്തോട് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പറയാതെ പോയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം തീരുമാനം എടുക്കേണ്ടി വരും. അത് നാളെ നടക്കുന്ന UDF യോഗത്തിനേക്കും തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞത്. അല്പസമയം മുമ്പ് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ കാര്യം ഇതാണ്. നാളെ UDF നേതാക്കൾ കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ ഇനി PV അൻവറുമായിട്ടുള്ള ചർച്ചയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയ്ക്കോ വശമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാറ്റഗറികളിലേക്ക് തന്നെ രണ്ടുപേരും സൂചിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെ UDF നേതാക്കൾ നാളെ സംസാരിച്ചിട്ടായിരിക്കും തീരുമാനമെടുക്കുക. അതായത് PV അൻവറുമായി ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകൾ വഴിമുട്ടി എന്ന കാര്യം ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. അത് തന്നെ നമുക്കറിയാം, അല്പസമയം മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി ഇവിടെ എത്തി VD സതീഷുമായി കൂടിക്കാഴ്ച നടത്തി. അതിലൊരു ധാരണ, നേതൃത്വത്തിലുള്ള ഒരു ധാരണ ആയതിനു ശേഷം തന്നെയാണ് നാളെ UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാനമായിട്ട് പറയുക. അതായത് PV അൻവറും പിന്നെ UDFും തമ്മിലുള്ള ബന്ധം
ഏറെക്കുറെ പിന്നെ അറ്റു എന്ന് തന്നെ പറയാൻ നമുക്ക് ഈ ഘട്ടത്തിൽ പറയും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇതുവരെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നടത്തിയ പരസ്യ പ്രസ്താവന, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം, ഹൈക്കമാൻഡ് തീരുമാനിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥി വിജയസാധ്യതയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയപ്പോൾ അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അത് തിരുത്തുകയാണെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ തീരുമാനിച്ച കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറാണെന്ന കാര്യം UDF നേതൃത്വം പറഞ്ഞു. ഒരുപക്ഷെ കർക്കശ സ്വഭാവം VD സതീശൻ എടുത്തിട്ടുണ്ടെങ്കിലും മറ്റ് നേതാക്കൾ കൃത്യമായി തന്നെ PV അൻവറുമായി സംസാരിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെയും കൃത്യമായി തന്നെ VD സതീശനും ക്ഷമിക്കണം PV അൻവറുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച നടത്തിയതാണ്. എന്നാൽ അതിലൊന്നും വഴങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. തുടർന്ന് ഓരോ ഘട്ടത്തിലും വീണ്ടും അതിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്മാറാൻ തയ്യാറായാൽ ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പോലും ആ കാര്യത്തിൽ പിന്മാറ്റം വന്നില്ല. അത് തന്നെയാണ് സതീശൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം പിൻവലിക്കുന്നില്ല, മാത്രമല്ല UDFുമായി സഹകരിക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ പറയാത്ത സാഹചര്യത്തിൽ ഇനി UDFിന്റേതായ കാര്യങ്ങൾ തീരുമാനമെടുക്കും. അത് നാളെ യോഗത്തിൽ നാളെ തീരുമാനം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്.